ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കോടതിയിലേക്ക് പോകാനുള്ളൊരു തീരുമാനമുണ്ടാകുന്നു. അത് കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കരമടയ്ക്കാം എന്നുള്ള സർക്കാരിന്റെ നിലപാട് അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു. ഇപ്പോൾ റെജി ലൂക്കോസ് കേട്ടല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. ഇവർ സമരം ചെയ്യാൻ തുടങ്ങി ഇന്ന് 74-ാം ദിവസമാണ്. ഇതുവരെ കോടതിയിലേക്ക് പോയിട്ടില്ല. മറ്റൊന്ന്, കോടതിയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നേരത്തെ പുറത്തിറക്കിയ ഉത്തരവുകളിൽ പിഴവുകളുണ്ട്. ആ പിഴവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം അത് അതേപടി നിലനിൽക്കും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്തുകൊണ്ട് ആ തരത്തിലേക്ക് സർക്കാർ പോകുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ്. പ്രിജി അനുജ, ഞാൻ ആദ്യം തന്നെ എന്റെ പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആവർത്തിക്കുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളോടൊപ്പമാണ് എല്ലാ അർത്ഥത്തിലും. ഞാൻ സ്വന്തം വീട്ടിൽ എല്ലാ ഡോക്യുമെന്റേഷനോടും കൂടി ജീവിക്കുകയും അതിന് അങ്ങനെ ജനങ്ങളെ 10,500 വരുന്ന ജനങ്ങള് ഒരു സുപ്രഭാതത്തിൽ ആ സ്വന്തം വീട്ടിൽ സ്വന്തം നിയമപരമായ എല്ലാ പേപ്പേഴ്സുള്ള സ്വന്തം വീട്ടിൽ അന്യരായി തീരുക, അല്ലെ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് നിയമമാണെങ്കിലും ആ നിയമം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് പറയട്ടെ, ഇപ്പൊ അനുജ കേട്ടു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എനിക്ക് അത്ഭുതപ്പെട്ടു. ഉത്തരവാദിത്വബോധമുള്ള കേരളത്തിലെ പ്രതിപക്ഷം അത് കൃത്യം 1 മാസം മുമ്പ് പറഞ്ഞെന്താ അറിയുമോ? അവിടെ സന്ദർശിച്ചിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അത് അദ്ദേഹം 2 തവണ ആവർത്തിച്ചു. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി സഹിതമുള്ള ഡെലിഗേറ്റ്സ് ബഹുമാനപ്പെട്ട 17 പിതാക്കന്മാരെ കണ്ട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇത് വഖഫ് ഭൂമി അല്ല, ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് അവർ ആശ്വസിച്ച് പോയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കെ എം ഷാജി ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അതൊക്കെ നമുക്കറിയാം. അത് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഇത് പറയണം. ഈ പ്രതിപക്ഷ നേതാവിന്റെ കപട മുഖം എന്താണെന്നുള്ളത് ഇപ്പൊ തിരിച്ചറിഞ്ഞതിന് വേണ്ടിയാണ് ഞാൻ വസ്തുത പറയുന്നത്. പ്രേക്ഷകയാകട്ടെ, അദ്ദേഹത്തിനെ വരട്ടി PT മുഹമ്മദ് വരട്ടിയപ്പോൾ അദ്ദേഹം വക്കപ്പോട് അല്ല എന്നുള്ളതിൽ നിന്നും അദ്ദേഹം വഴുതു മാറി. അപ്പൊ എവിടെ നിൽക്കുന്നു ഈ പ്രതിപക്ഷ നേതാവ്? ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് തൊട്ടടുത്ത അയൽ മണ്ഡലമായ ഈ പറയുന്ന മുനമ്പത്ത് നടക്കുന്ന ഈ നിരപരാധികളെ ഇന്ന് ഭക്ഷണം പോലും കഴിക്കേണ്ട പാവപ്പെട്ട ജനങ്ങൾ ഈ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ ശരിക്കും പറയാൻ അദ്ദേഹം കബളിപ്പിക്കുകയല്ലേ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും? വഖഫ് ഭൂമി അല്ല എങ്കിൽ പിന്നെ അഫിഡവിറ്റ് കൊടുക്കണമെന്നാ പറഞ്ഞത്. ഇനി സർക്കാരിനെ കുറിച്ച് പറയാം. ഇവര് പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ നിയമം മാറ്റാനുള്ള അധികാരമുണ്ടോ? അതിന് തീരുമാനിക്കൂ. 95-ൽ 2013-ൽ പുതുക്കിയ വഖഫ് നിയമപ്രകാരം ഒരു കാരണവശാലും നടക്കത്തില്ല. 2 തവണയും ഭരിച്ചിരുന്ന കേന്ദ്രം കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അവര് കൊണ്ടുവന്നൊരു നിയമമാണത്. സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന എന്താ? സംസ്ഥാന സർക്കാരിന്റെ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ പറയുന്ന അവരുടെ ഡോക്യുമെന്റേഷൻ, അതായത് കരം പിന്നെ അസ്വീകാര്യമാണെന്ന് പറഞ്ഞ് അവിടുത്തെ തഹസിൽദാറും വില്ലേജ് ഓഫീസറൊക്കെ തള്ളിക്കളയുന്നു. വീണ്ടും അവിടുത്തെ സ്ഥല MLA ബഹുമാനോട് ഉണ്ണികൃഷ്ണൻ MLA-യുടെ കഠിനമായ ശ്രമഫലമായിട്ട് വീണ്ടും അവർ കരയടയ്ക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തു. പക്ഷേ അത് കോടതിയിൽ ചോദ്യം ചെയ്തു. ആരെ ചോദ്യം ചെയ്ത്? വഖഫ് സംരക്ഷണ വഖഫ് ബോർഡല്ല സംരക്ഷണ ചോദ്യം ചെയ്തപ്പോൾ അത് സ്റ്റേ ചെയ്തു. ഇതിന് ഒരു സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടും ഈ ഗവൺമെന്റ് തുറന്നു പറഞ്ഞു ഒരൊറ്റയാളെ അവിടുത്തെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സർക്കാർ മാത്രമല്ല, കേരളത്തിലെ പൊതുബോധമുള്ള ഒരു മനുഷ്യനും സമ്മതിക്കത്തില്ല. ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അവർ ഇറക്കി വിട്ടാൽ പോരല്ലോ. അവർക്ക് ഭീഷണിയായിരിക്കുന്ന എന്താ? എനി ടൈം വഖഫ് ക്ലെയിം ചെയ്യാം. ഇവർക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു അടുപ്പുകല്ല് പോലും പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജനം ഈ ജനാധിപത്യ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും? അപ്പൊ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു. നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയെ അദ്ദേഹം 3 മാസത്തിന്റെ റിപ്പോർട്ട് കൊടുക്കണം. അവിടെ വെച്ച് കൊടുക്കുന്നതിനകത്ത് എവിടെ താമസിച്ചെന്നാണ് ഈ VD സതീശൻ പറയുന്നത്? സത്യസന്ധമായിട്ട് പറയട്ടെ, മുക്കത്തെ ആ സമരപന്തലിൽ ഇരിക്കുന്നു അല്ലാത്തവരായ ക്ഷമിക്കണം മുനമ്പത്തെ ആ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ചെയ്തൊരു അവിടുത്തെ MLA ആണ്. മനസ്സിലാക്കണം. അദ്ദേഹത്തിനൊന്നും ഇതിനെ ആക്ഷേപിക്കരുത്. അവര് തന്നെ പറയുന്നുണ്ട്. എത്രയോ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് കബളിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്നത് എറണാകുളം MP ബഹുമാനപ്പെട്ട ഹൈബീഡിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ചോട്ടിലെ മണ്ണ് ഒഴുകി പോകുന്ന കണ്ടപ്പോഴാണ് അവർ ഈ നാടകമായിട്ട് വന്നിരിക്കുന്നത്. എന്ത്? മുനമ്പത്തേര് മര്യാദക്കാരും അന്തസ്സുള്ളവരും സംസ്കാര സമ്പന്നരുമായിട്ട് അവിടെ വരുന്ന ആരെയും അവർ ഓടിച്ചൊന്നും വിടത്തില്ല. അത് അവരുടെ ബലഹീനതയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് കോൺഗ്രസ് കൊണ്ടുവന്ന ഈ കാടൻ നിയമത്തിനെ അവര് തന്നെ ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പറയും. ഇനി ഒരു പേരോടെ ഞാൻ ആഡ് ചെയ്യാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിയമപരമായിട്ട് ഒരു തടസ്സം ഇവിടെ ഇല്ല. കോടതിയുടെ വിലക്കും ഈ നിയമം പാർലമെന്റ് തടസ്സപ്പെട്ടതേ ഉള്ളൂ, അത് കൊണ്ടുവന്നുള്ളൂ. ഞാൻ നിയമപരമായിട്ട് തടസ്സമില്ലെന്ന് പറയാൻ കാരണം അറിയോ? ഇവർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഫറൂഖ് കോളേജിന് ചെയ്ത തെറ്റാത്തതാണ്. ഫറൂഖ് കോളേജ് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടദാനം തന്നാണ്, ഗിഫ്റ്റ് ചെയ്താണ്, ഞങ്ങൾക്ക് അത് വിൽക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഡോക്യുമെന്റ്സ് ഉണ്ട്, ഞങ്ങൾ പൈസ മേടിച്ച് വിറ്റ് സർക്കാരിന് ഈ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് വിറ്റു, അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തതെന്ന് പറഞ്ഞു.
അന്ന് എന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയുന്ന ഫറൂഖ് കോളേജ് നിലപാടെടുത്തിട്ട് പോലും അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ ക്രൂര നിയമം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംസ്ഥാന സർക്കാരിനെ പഴിചാരി വി ഡി സതീശൻ എന്ന് പ്രതിപക്ഷ നേതാവ് അല്ല, കാണാൻ ഇതിലിപ്പോൾ പറ്റില്ല. എന്റെ സംശയം ശ്രീ റെജി ലോക്കോസ്, ഇത് നേരത്തെ തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദനൊക്കെ ഇന്ന് പറയുന്നത് കേട്ട് നേരത്തെ മുതൽ തന്നെ സർക്കാരിന്റെ നിലപാട് ഇങ്ങനെയാണ്. അതായത് അടയ്ക്കണം എന്നുള്ളതാണ് നിലപാട്. പക്ഷെ അത് കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. വീണ്ടും ആ നിലപാട് ഇങ്ങനെ കോടതിയെ ആവർത്തിച്ച് അറിയിക്കാൻ ഇപ്പോൾ ഇത്രയും ദിവസം, ഇനിയിപ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും ആ നിലപാട് അറിയിക്കുന്നു. അതിലൂടെ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ചോദ്യം വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതൊരു വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യം. അതിന് മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി കോടതി തടഞ്ഞതിന് ഫലമായിട്ട് വീണ്ടും അവിടുത്തെ ബഹുമാനപ്പെട്ട MLA റവന്യൂ വകുപ്പിൽ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. അത് വീണ്ടും അടയ്ക്കാനുള്ള അനുമതി കൊടുത്ത് അവർ കരയടച്ചു. അങ്ങനെയാണ് 2002 വീണ്ടും ഈ സംരക്ഷണ സമിതി പോയി സ്റ്റേ കൊടുത്തു. അതില് ആ ഹൈക്കോടതി സ്റ്റേ കൊടുത്ത ഒരു നിയമത്തെ ഓവർകം ചെയ്യാനായിട്ട് ഈ സംസ്ഥാന സർക്കാർ ഒന്ന് ഹെൽപ്ലെസ് ആണ്. കാരണം ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ നിയമവ്യവസ്ഥകളിൽ റിലാക്സ് ചെയ്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് അവിടെ വെച്ച് കോടതി കൊടുക്കാൻ പാടില്ല. അവിടെ വെച്ച് പറയാൻ പിറ്റോസ് കൊടുക്കേണ്ടതല്ല. അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പഠിച്ച് എത്രയോ ദിവസങ്ങളെടുക്കും. ഇത് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ പ്രതിപക്ഷ നേതാവ് ആ പാർട്ടി എടുക്കേണ്ടത് ഒരു സ്റ്റാൻഡ് എന്താ? അതാണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഈ വി ഡി സതീശന് ഒരു ദിവസം വന്ന് വക്കഭൂമി അല്ല എന്ന് പറയുന്നു. 10 മിനിറ്റ് മാത്രമേ 10 മിനിറ്റോടെ എങ്ങനെ പ്രശ്നം പരിഹരിക്കും?